നിങ്ങളിലോട്ട് എന്തെങ്കിലും ഈവിളായി അല്ലെങ്കിൽ കണ്ണേറെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെന്തെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ്, ട്രാണാബോധിയിലേക്ക് സ്വാഗതം. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് എനർജിയുമായിട്ട് കണക്റ്റ് ആവുക. നമുക്ക് നോക്കാം കാർഡ്സ്. ഓ മൈ ഗോഡ്, ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനതൊന്ന് ഹൈഡ് ചെയ്യുന്നത്. നിങ്ങളിലോട്ട് കണ്ണേറ് പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് എസ് എന്ന് തന്നെയാണ് ഉത്തരം നൽകിയിട്ടുള്ളത്. അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഫോർ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. ഒരു സെലിബ്രേഷൻ, ഒരു ഗാദറിങ്, ഒരു ആൾക്കൂട്ടം. നിങ്ങൾ ഈ ഒരു ഇടയ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലും സെലിബ്രേഷനിൽ പങ്കെടുത്തിരുന്നോ? അതായത് ഒരുപാട് ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ കൂടുന്ന ഒരു കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെ കല്യാണം പോലുള്ള മറ്റേതെങ്കിലും ഫംഗ്ഷനിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു കണ്ണേറ് അല്ലെങ്കിൽ ഈവിളായി പെട്ടിട്ടുണ്ട്. എന്നാൽ സമാധാനമായിട്ടിരിക്കാൻ യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നു. കാരണം യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന്. ക്വീൻ ഓഫ് പെൻറ്റാക്കിൾസ് നോക്കുക, നിങ്ങളെ മടിയിലിരുത്തി യൂണിവേഴ്സ് അതിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം ചോദിച്ചപ്പോൾ ഡെവിൾ കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, ബന്ധങ്ങൾ ഒഴിവാക്കാൻ യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നു. അതായത് നിങ്ങളുടെ കൂടെ ഒത്തിരി അസൂയുള്ള, കുശുമ്പുള്ള അങ്ങനത്തെയൊക്കെ ആളുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ച ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള സമ്പർക്കം നിങ്ങൾ ഒഴിവാക്കുക. ഇനി ആ സമ്പർക്കം ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം അവരെ അറിയിക്കുക. ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആ സമയത്ത് പറയാതിരിക്കുക. നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി അല്ലെങ്കിൽ അവിടെ എത്തിയതിന് ശേഷം മാത്രം അറിയിക്കുക. അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പോകുന്നു എന്നുള്ള ആലോചന ഒന്നും നിങ്ങൾ പറയാതിരിക്കുക. വീട് വെക്കുമ്പോൾ നിങ്ങൾ ആ ഹൗസ് വാമിങ്ങിന് മാത്രം ക്ഷണിക്കുക. അങ്ങനെ എല്ലാം നടന്നതിന് ശേഷം മാത്രം അവരെ അറിയിക്കുന്നതായിരിക്കും ഉചിതം. നമസ്കാരം, ട്രാണാബോധി.